ഹലോ മുത്തുമണീസ്, ആർക്കെ ക്വസ്റ്റിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നുണ്ടല്ലോടാ നമ്മൾ ഗെയിമിംഗ് വീഡിയോ അല്ല കേട്ടോടാ ഇടുന്നേ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു തരാൻ പോവുകയാണ്. ഒരു പുസ്തകത്തിലെ ആ ബുക്കിന്റെ പേരാണ് കടത്തുകാരൻ പെരുമ്പാമ്പ്. ഈ ബുക്ക് എഴുതിയതുണ്ടല്ലോടാ വർഗീസ് അരിമ്പൂർ എന്ന് പറഞ്ഞൊരു ആളുടെ ബുക്കാണ്. കടത്തുകാരൻ പെരുമ്പാമ്പ് എന്ന് തുടങ്ങി കുറേ കഥകളിലുണ്ട് കേട്ടോടാ. അപ്പോൾ ആദ്യത്തെ കഥയായ കടത്തുകാരൻ പെരുമ്പാമ്പ് നിങ്ങൾക്ക് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോവുകയാണ്. അപ്പൊ മുത്തൂസിന് കഥ ഇഷ്ടമാണെങ്കിൽ ശ്രദ്ധിച്ച് കേട്ടിട്ട് ഒരു ലൈക്ക് അടിക്കണേടാ. അപ്പൊ ഞാൻ കഥ പറയട്ടെ. കടത്തുകാരൻ പെരുമ്പാമ്പ്. എലിയച്ഛനും എലിയമ്മയും എലിക്കുട്ടികളും കൂടി ഇര തേടി നടക്കുകയായിരുന്നു. എലിയച്ഛൻ ഇവരോട് ചേർന്ന് നടക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി നടക്കുന്നത് കണ്ട് എലിയമ്മയ്ക്ക് ദേഷ്യം വന്നു. എവിടേക്കാ ഈ പരക്കം പാഞ്ഞ് നടക്കുന്നത്? 2-3 ദിവസമായി ആ പുള്ളിപ്പരുന്ത് ഈ ദേശത്ത് ചുറ്റിക്കറങ്ങുന്നു. അതിന്റെ കണ്ണിലെങ്ങാനും പെട്ടാൽ തമാശക്കളി ആവില്ലാട്ടോ. എലിയമ്മ എലിയച്ഛനോട് ഒരു മുന്നറിയിപ്പ് പോലെ പറഞ്ഞു. നീ എന്നെ ഉപദേശിക്കാൻ നോക്കാതെ നടക്കാൻ നോക്ക്, ഞാൻ നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ട്, എലിയച്ഛൻ പറഞ്ഞു. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. എലിയമ്മ ഇതും പറഞ്ഞ് കുറച്ച് നടന്നതേ ഉള്ളൂ. പെട്ടെന്നാണ് പുള്ളിപ്പരുന്ത് താഴ്ന്നു പറന്നു വന്ന് എലിയച്ഛനെ റാഞ്ചി കൊണ്ടുപോയത്. രക്ഷിക്കണേ, രക്ഷിക്കണേ എന്നുള്ള കരച്ചിൽ കേട്ട് എലിയമ്മ നോക്കുമ്പോൾ എലിയച്ഛൻ പുള്ളിപ്പരുന്തിന്റെ കൂർത്ത നഖങ്ങൾക്കിടയിൽ കിടന്ന് പിടയുന്നതാണ് കണ്ടത്. അച്ഛനെ പുള്ളിപ്പരുന്ത് പിടിച്ചോണ്ട് പോയി മക്കളെ എന്ന് എലിക്കുട്ടികളോട് പറഞ്ഞ് എലിയമ്മ ഉറക്കെ കരഞ്ഞുകൊണ്ട് പരുന്ത് പോയ വഴിയേ ഓടി. എലിക്കുട്ടികളും അച്ഛാ അച്ഛാന്ന് വിളിച്ച് എലിയമ്മയുടെ പിന്നാലെ കൂടി. പുള്ളിപ്പരുന്ത് പുഴയുടെ മുകളിലൂടെ പറന്ന് മറുകരയിലുള്ള ഒരു വലിയ മരത്തിന്റെ ശിഖരത്തിൽ എലിയച്ഛനെ കൊണ്ടുവച്ചു. എലിയച്ഛൻ സൂത്രം നടിച്ച് ചത്തതുപോലെ കിടന്നു. എലിയച്ഛൻ ചത്തുവെന്ന് കരുതി ഇനി സാവകാശം തിന്നാമെന്ന് വിചാരിച്ച പരുന്ത് അതിന്റെ കൊക്ക് ശരീരത്തിൽ തുടച്ച് വൃത്തിയാക്കുന്നത് എലിയച്ഛൻ ഓട്ട കണ്ണിട്ട് നോക്കിയപ്പോൾ കണ്ടു. പുള്ളിപ്പരുന്ത് തന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് മനസ്സിലാക്കിയ എലിയച്ഛൻ ഒരു പിടച്ചിലോടെ താഴേക്ക് ചാടി ജീവനും കൊണ്ട് ഓടി. ഇത്രയും കഷ്ടപ്പെട്ട് പിടിച്ചു കൊണ്ടുവന്ന ഇരയെ നഷ്ടമായതിലുള്ള ദുഃഖത്തോടെ പുള്ളിപ്പരുന്ത് അവിടെ നിന്നും പറന്നുപോയി. എലിയമ്മയും കുട്ടികളും എലിയച്ഛനെ തേടി കരഞ്ഞുകൊണ്ട് നടക്കുമ്പോഴാണ് ഒരു മാടപ്രാവ് അവരുടെ അടുക്കലേക്ക് പറന്നു വന്നത്. എന്തു പറ്റി? നിങ്ങൾ കരഞ്ഞു കരഞ്ഞ് വല്ലാതെ ഇരിക്കുന്നല്ലോ. ആരെ തേടിയാണ് നിങ്ങൾ നടക്കുന്നത്? പ്രാവ് ചോദിച്ചു. എലിയച്ഛനെ പുള്ളിപ്പരുന്ത് റാഞ്ചിക്കൊണ്ടുപോയി. ഈ വഴിയെയാണ് പോയത്. ആ പുള്ളിപ്പരുന്ത് ഇതുവഴി പോകുന്നത് നീ എങ്ങാനും കണ്ടോ? എലിയമ്മ സങ്കടപ്പെട്ടു പറഞ്ഞു. എലിയമ്മ വിഷമിക്കാതിരിക്കെ, എലിയച്ഛന് ഒന്നും സംഭവിച്ചിട്ടില്ല, മാടപ്രാവ് സന്തോഷത്തോടെ പറഞ്ഞു. നീ എന്താ പറയുന്നത് മാടപ്രാവേ? പുള്ളിപ്പരുന്ത് പിടിച്ചുകൊണ്ടുപോയ എലിയച്ഛന് ഒന്നും പറ്റിയില്ലെന്നോ? എലിയമ്മ ജിജ്ഞാസയോട് ചോദിച്ചു. ഒന്നും പറ്റിയില്ല. പുള്ളിപ്പരുന്തിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട എലിയച്ഛൻ തന്നെയാ തനിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് നിങ്ങളോട് പറയാൻ വേണ്ടി എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. മാടപ്രാവ് ഇത് പറഞ്ഞപ്പോൾ എലിയമ്മയ്ക്ക് ആശ്ചര്യവും ആശ്വാസവുമായി. എലിയച്ഛൻ ഇപ്പോൾ എവിടെയുണ്ട്? ഇവിടെ നിന്ന് കുറച്ചുകൂടി പോയാൽ ഒരു വലിയ പുഴയുണ്ട്. ആ പുഴയുടെ അക്കരെയാണ് ഇപ്പോൾ എലിയച്ഛൻ, മാടപ്രാവ് പറഞ്ഞു. ഞങ്ങൾക്കിപ്പോ അച്ഛനെ കാണണം എന്ന് എലിക്കുഞ്ഞുങ്ങൾ കരഞ്ഞു ബഹളം വെക്കുന്നത് കണ്ട് മാടപ്രാവ് പറഞ്ഞു. നിങ്ങൾ ഇങ്ങനെ കരഞ്ഞു ബഹളം കൂട്ടിയിട്ട് ഒരു കാര്യവുമില്ല. ഇത്രയും വലിയ പുഴ കടന്ന് നിങ്ങൾക്ക് എലിയച്ഛന്റെ അടുത്ത് പോകുവാനോ എലിയച്ഛന് നിങ്ങളുടെ അരികിലേക്ക് വരുവാനോ എളുപ്പം സാധിക്കുകയില്ല. ഞങ്ങളെ തീറ്റിക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാ പറയും മാടപ്രാവേ, എലിയമ്മ ഉത്കണ്ഠയോടെ ചോദിച്ചു. നിങ്ങൾക്ക് ആ വലിയ പുഴ കടക്കണമെങ്കിൽ കടത്തുകാരനായ പെരുമ്പാമ്പിന്റെ സഹായം കൂടിയേ തീരൂ. അതിന്റെ പുറത്ത് കയറി വേണം അക്കരെ എത്താൻ. എന്നാൽ നിങ്ങൾക്കെങ്ങാനും ആ പെരുമ്പാമ്പിന്റെ മുന്നിൽ ചെന്നാൽ എല്ലാവരെയും അത് പിടിച്ചു തിന്നുകളയും. മാടപ്രാവിന്റെ സംസാരം കേട്ടപ്പോൾ എലിയമ്മയ്ക്ക് വല്ലാത്ത വിഷമമായി. എലിയച്ഛന്റെ അരികിൽ എത്താൻ വേറെ എന്താ ഒരു വഴി? എലിയമ്മ മാടപ്രാവിനോട് ഉപദേശം തേടി. ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയും കാണുന്നില്ല എലിയമ്മേ.
പുഴയാണെങ്കിൽ നിറഞ്ഞു കിടക്കുകയാണ്. പുഴയിൽ വെള്ളം കുറയണമെങ്കിൽ കുറഞ്ഞത് 4 മാസമെങ്കിലും കഴിയണം. ഇത്രയും നാള് എലിയച്ചൻ ഒറ്റയ്ക്ക് അക്കരെ നിൽക്കുന്നത് ആപത്താണ്. തട്ടിപ്പോകാൻ വരെ സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം എലിയച്ചന്റെ അടുത്തെത്താൻ എലിയമ്മ തന്നെ ഒരു വഴി കണ്ടെത്തൂ. മാടപ്രാവ് കൈയൊഴിഞ്ഞു. ഇപ്പൊ ഈ കഥ ഇവിടെ വെച്ച് നിർത്തുകയാണ്. എലിയച്ചനെ രക്ഷിക്കാൻ എലിയമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും കഴിയുമോ? അതേ അവരെ പെരുമ്പാമ്പ് പിടിച്ചു തിന്നുമോ? കഥയുടെ ബാക്കി അറിയണ്ടേ? അത് ഞാൻ സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ട് ഇടുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം. നിങ്ങൾക്ക് സെക്കൻഡ് പാർട്ട് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പൊ ഇന്ന് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഗുഡ് ബൈ.